വാങ്ങുമ്പോൾ വാഴ വെട്ടുകയാണ് ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി. നടൻ ബാലയും മുൻ ഭാര്യ എലിസബത്തുമായുള്ള പോര് മുറുകുന്നതിനിടെ ഇതാ എല്ലാം അറിഞ്ഞുകൊണ്ട് എലിസബത്തിനെ താലി ചാർത്താൻ റെഡിയായി പുതിയ കല്യാണ ആലോചനയുമായി എത്തുകയാണ് ആറാട്ടണ്ണൻ. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആറാട്ടണ്ണൻ എലിസബത്തിനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത്. എന്നാൽ ഈ വിവരമാകട്ടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ജനം ഒന്നടങ്കം വാരി അലക്കുകയാണ് ആറാട്ടണ്ണനെ. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആറാട്ടണ്ണൻ എലിസബത്തിനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത്. എന്നാൽ ഈ വിവരം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ജനം ഒന്നടങ്കം വാരി അലക്കി ആറാട്ടണ്ണന് പൊങ്കാലയിടുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ചില രസകരമായ ട്രോൾ കമന്റുകൾ ഇങ്ങനെയാണ്: പാവം എലിസബത്തിന്റെ ജീവിതം വീണ്ടും കോഞ്ഞാട്ടയാക്കാൻ വരുന്ന ബാല നമ്പർ 2 ആണ് ആറാട്ടണ്ണൻ എന്നാണ് സൈബർ ലോകം പറയുന്നത്. ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ആദ്യമായി മൂന്നാമതും പ്രണയം തോന്നിയത് എലിസബത്തിനോടെന്നും ബാലയെക്കാളും വലിയ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്. ഇത്ര മാരകമായ വെർഷൻ ഇത് ആദ്യമാണ് എന്നും കമന്റുകൾ വരുന്നു. അണ്ണന്റെ ആവശ്യം മറ്റുള്ളവർക്ക് അനാവശ്യമാണ് അണ്ണ എന്നും ഇവന് പേരിനൊരു കഷായം കൊടുക്കാൻ പോലും ആരും ഇല്ലേ എന്നും ചോദിക്കുകയാണ്. മാത്രമല്ല ഒരു വട്ടനിൽ നിന്ന് മറ്റൊരു വട്ടനിലേക്ക് എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയ കമന്റുകളും. അതേസമയം എലിസബത്ത് ഓക്കെയാണെങ്കിൽ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണെന്നാണ് ആറാട്ടണ്ണൻ പറയുന്നത്. എലിസബത്തിനെ ബന്ധപ്പെടാൻ ഒരുപാട് ശ്രമിച്ചിട്ട് നടന്നില്ല എന്നും ഇതോടെയാണ് പബ്ലിക്കായി ഇക്കാര്യം പറയാൻ തീരുമാനിച്ചതെന്നും ആറാട്ടണ്ണൻ വീഡിയോയിൽ വ്യക്തമാക്കുന്നു. എലിസബത്തിനെ കാമത്തോടെയല്ല കാണുന്നതെന്നും സന്തോഷ് വർക്കി പറയുകയാണ്. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു. നിങ്ങൾ പറഞ്ഞ പല കാര്യത്തിനും ഞാൻ സാക്ഷിയാണ്. നമ്പർ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു, കിട്ടിയില്ല. നിങ്ങൾക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാനും അങ്ങനെ ജീവിച്ച ആളാണ്. നിങ്ങളൊരു ഡോക്ടറാണ്, ഞാനൊരു എൻജിനീയറാണ്. നിങ്ങളെ ബന്ധപ്പെടാൻ നമ്പറിനായി ഒരുപാട് ശ്രമിച്ചിട്ട് നടന്നില്ല. അതിനാലാണ് പബ്ലിക്കായി ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. നിങ്ങൾക്ക് ഇനിയും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. നമ്മൾ രണ്ടുപേരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരാണ്. ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയനെ കാമത്തോടെയല്ല കാണുന്നത്. നല്ലൊരു ബന്ധത്തിനാണ് താല്പര്യം. ഞാനും OCD മരുന്ന് കഴിക്കുന്ന ആളാണ്. നിങ്ങൾ ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കുന്ന ആളാണ്. ഞാനൊരു എൻജിനീയറാണ്, ഇപ്പോൾ PhD ചെയ്യുകയാണ്. അക്കാദമിക് ഓറിയൻ്റ് ആയിട്ടുള്ള കുടുംബമാണ് എൻ്റേത്. അവരുടെ കുടുംബം അങ്ങനെ തന്നെയാണ്. ഞാനിത് നല്ല ഉദ്ദേശത്തോടെയാണ് പറയുന്നതെന്നും സന്തോഷ് വർക്കി ഫേസ്ബുക്കിലൂടെ കുറിച്ചു. ബാലകോകിലെ കല്യാണം കഴിച്ചു, അതുപോലെ ഡോക്ടർ എലിസബത്തിനെ വേറെ കല്യാണം കഴിച്ചുകൂടെ? ആണുങ്ങൾക്ക് മാത്രം എന്തും ചെയ്യാം, പെണ്ണുങ്ങൾക്ക് ബാധകമല്ലേ കല്യാണം എന്നും സന്തോഷ് വർക്കി മറ്റൊരു പോസ്റ്റിലൂടെ ചോദിക്കുകയാണ്. അതേസമയം ഇതിനു മുമ്പ് നടൻ ബാലയാണ് ആറാട്ടണ്ണനെതിരെ പരാതി നൽകിയത്. അതിൻ്റെ പേരിൽ പാലാരിവട്ടം പോലീസ് യൂട്യൂബർ സന്തോഷ് വർക്കിയെ താക്കീത് ചെയ്ത് വിട്ടയച്ച സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. സിനിമാ നിരൂപണത്തിന്റെ മറവിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിലായിരുന്നു യൂട്യൂബർ സന്തോഷ് വർക്കി അന്ന് പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചത്. നടീനടന്മാരെയും അവരുടെ കുടുംബങ്ങളെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കുന്നു എന്ന് കാണിച്ച് നടൻ ബാലയാണ് ഇതിനു മുമ്പ് താരസംഘടന അമ്മയിലും പാലാരിവട്ടം പോലീസിലും പരാതി നൽകിയത്. തുടർന്ന് ആറാട്ടണ്ണനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇത്തരം കാര്യങ്ങൾ മേലിൽ ആവർത്തിക്കരുതെന്ന് എഴുതി വാങ്ങിയതിന് പിന്നാലെ പരാതി തീർത്ത് വിട്ടയക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.